Hey guys, welcome back to our channel. അപ്പോൾ നമ്മുടെ ചാലഞ്ചിന്റെ ഏഴാമത്തെ ലാസ്റ്റ് ഡേ ആണ് നമ്മുടെ ഇന്നത്തെ ഡേ എന്ന് പറയുന്നത്. ചാലഞ്ച് എന്ന് പറയുന്നത് പെപ്പർ ഹണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഒരു ഫേസ് പാക്കിന്റെ റിവ്യൂ ആണ്. ആ ഒരു ഫേസ് പാക്ക് നമുക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണ്, അത് ജെനുവിൻ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചാലഞ്ച് ഞാൻ നടത്തിയത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേ ആണ്, നമ്മുടെ 7th ഡേ ആണ് ഇന്ന് വരുന്നത്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ആ ഒരു കൺക്ലൂഷനായിട്ടാണ്. ഈ ഒരു 7 ഡേ ഞാനത് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ കൺക്ലൂഷനായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടി ഉണ്ടാവും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുമെങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം കിട്ടുപോകാം. അപ്പോൾ ഈ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഇട്ടോ. കണ്ടോ, കാണാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതായിരുന്നു നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പെപ്പർ ഹണ്ട് എന്നാണ് പ്രൊഡക്റ്റിന്റെ പേര്. കംപ്ലീറ്റ്ലി ആയുർവേദിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. ഫേസ് ബ്രൈറ്റനിങ്ങിനും അതുപോലെ തന്നെ ആക്നെ, സ്കാർസ്, ബ്ലാക്ക് മാർക്സ്, ഡാർക്ക് സ്പോട്ട് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു ജെനുവിൻ ആയിട്ടുള്ളൊരു റിവ്യൂ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഇത്രയും ദിവസം ഞാൻ തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കൺക്ലൂഷൻ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതേ ഞാനിപ്പോൾ ഒരു മേക്കപ്പ് ചെയ്തിട്ടില്ല, ജസ്റ്റ് കണ്ണെഴുതി പൊട്ട് തൊട്ടു, പിന്നെന്താ അത്രേ ഉള്ളൂ, പിന്നെ സിന്ദൂരം അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞാനിപ്പോൾ ഫേസ് പാക്ക് ഇട്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു കോലാണ് കേട്ടോ ഈ കാണുന്നത്. ഞാൻ വേറെ ഒന്നും ഇട്ടിട്ടില്ല, പൗഡർ പോലും ഞാൻ ഇട്ടിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയും ബ്രൈറ്റനിങ് എൻ്റെ ഫേസിൽ എനിക്ക് തോന്നി. കാരണം ആ ഫേസ് പാക്ക് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളൂ, അതായത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ കൺക്ലൂഷനൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ, ഷൂട്ട് ചെയ്തിട്ട്. കണ്ടോ, അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് ഇവിടെ എൻ്റെ ഒരു പാടുണ്ടായിരുന്നു. കണ്ടോ, ഇവിടെ ഒരു കുരു വന്നിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇത്ര ഉദിച്ച പോലെ തോന്നുന്നത്. ഇവിടെയും ഡാർക്ക് മാർക്ക് ഉണ്ടായിരുന്നു കേട്ടോ, അതായത് പിമ്പിൾ വന്നിട്ട് കുത്തി പൊട്ടിച്ച പാട്. അപ്പോൾ അത് 50% അത് ഫെയ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെറും 7 ഡേ ആണ് ഈ ചലഞ്ച് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. 7 ഡേയിൽ രാവിലെയും വൈകിട്ടുമാണ് ഞാൻ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തത് കേട്ടോ. അപ്പോൾ അത്ര അപ്ലൈ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഇത്രയും നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് ഉണ്ടായിട്ടുണ്ടാവും. ഒരു ബോട്ടിൽ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ ഞാനിപ്പോൾ പറഞ്ഞ ഈ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത്. കംപ്ലീറ്റ്ലി ആയുർവേദിക് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. സൈഡ് എഫക്റ്റ് ഒന്നും തന്നെയില്ല. 24 സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ് അവരിതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ തുടക്കത്തിലുള്ള ഫസ്റ്റത്തെ വീഡിയോ ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ്, മെയിൻ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നോർമലി എല്ലാവരും ആയുർവേദിക് പ്രൊഡക്റ്റിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. അപ്പോൾ അത് കൂടാതെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് അവരിതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അവരുടെ സ്ഥലം വരുന്നത് വയനാടാണ് കേട്ടോ. വയനാട്, നമ്മുടെ കേരളത്തിലുള്ള വയനാട്ടിലാണ് അവരിത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിത് ഫേസ് പാക്ക് ഞാൻ അപ്ലൈ ചെയ്യുന്നത് കാണിച്ചിട്ട് അതിൻ്റെ റിസൾട്ടും കൂടി ഞാൻ കാണിക്കാം. അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഞാൻ എടുക്കാൻ പോവാണ് കേട്ടോ. എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിനകത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് പാക്ക്. കണ്ടോ, ഇത്ര ഞാൻ ഓൾമോസ്റ്റ് എത്ര ഞാൻ യൂസ് ചെയ്തു. 7 ഡേ ആണ്. അത് ഞാൻ അതായത് ഡെയിലി ഞാൻ 2 ടൈംസ് ഞാനിത് യൂസ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഈ 1 ടീസ്പൂണിൻ്റെ ഹാഫ് മാത്രം എടുത്താൽ മതി. ബൗളിലേക്ക് ഇടാണേ. എന്നിട്ട് നമ്മുടെ സാധാരണ നോർമൽ വാട്ടറിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് രൂപത്തിലാക്കാം. നിങ്ങൾക്കിത് എമൗണ്ട് കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യട്ടെ. എനിക്ക് ഇത് കുറച്ച് കുറവായിട്ടാണ് തോന്നിയത്. അപ്പോൾ ഞാനിത് കുറച്ചും കൂടി ആഡ് ചെയ്യാം. കണ്ടോ, ഇത് നമ്മുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പം ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോവാം കേട്ടോ. അപ്പം ഞാനിത് നമ്മുടെ ഈ 7 ഡേയ്സിൽ ഞാൻ എല്ലാത്തിലും പറഞ്ഞു നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ കണ്ണിൻ്റെ മുകളിലും നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. കാരണം ഈ ഒരു പാക്ക് നമുക്ക് അത്രയും നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പാക്കാണ്. നമ്മുടെ കണ്ണിൻ്റെ മുകളിലായാലും കണ്ണിനടിയിലായാലും നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ കണ്ണിൻ്റെ അടിയിലൊക്കെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം.
മിക്ക ആൾക്കാർക്കും കണ്ണ് താഴെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ബാക്കിയുള്ള നമുക്ക് നമ്മുടെ നെക്കിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഫേസിലും അത് നെക്കിലും അപ്ലൈ ചെയ്തു. ഇപ്പോൾ നമുക്ക് 20-25 മിനിറ്റ്സ് നമ്മുടെ ഫേസിൽ വയ്ക്കാറുണ്ട്. അത് ഉണങ്ങുന്നതനുസരിച്ച് നമുക്കത് വാഷ് ചെയ്ത് കളയാം. നമ്മുടെ സാധാരണ വാട്ടർ തന്നെ നമുക്ക് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട്, അതായത് മസാജ് ചെയ്തിട്ട് സ്ക്രബ് യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് മസാജ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്ത് കളയാനായിട്ട്. ഇത് വെയിറ്റ് ചെയ്യാണ് ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഉണങ്ങിയതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളൊരു 20-25 മിനിറ്റ്സ് ആയിട്ട് ഞാൻ വെച്ചിട്ട് കണ്ട നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ചില ഭാഗത്ത് മാത്രം കുറച്ച് കട്ടിയുള്ളതുകൊണ്ടാണ് അത് ഡ്രൈ ആവാത്തത് കേട്ടോ. അപ്പോഴത്തേക്കും ആയിക്കോളും. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് വാഷ് ചെയ്തിട്ടോ കണ്ടോ, അന്നുണ്ടായത് ഇവിടെ ഇരുന്നൊരു പാട്. അത് പക്ഷെ കുറച്ചും കൂടി കണ്ടോ, കുറച്ച് ഫെയ്ഡായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പുതിയൊരു പിമ്പിൾ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ആയൊരു ഞാനതിൻ്റെ ബിഫോർ ആഫ്റ്ററും പിക്ക് ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ അത് മനസ്സിലാവും. ആയൊരു ചേഞ്ച് എന്താണെന്ന് നിങ്ങൾക്ക് എന്നാലേ മനസ്സിലാവുള്ളൂ. കാരണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ചലഞ്ചിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ തൊട്ട് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. കണ്ടോ, ഇവിടെ രണ്ട് സൈഡിലായിരുന്നു ഞാൻ പറഞ്ഞ ആ പാടുണ്ടായത്. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം ഫെയ്ഡായിട്ടുണ്ടെന്നുള്ള കാര്യം. കണ്ടു, നമ്മൾ വെറും 7 ഡേ ആണ് നമ്മൾ ചലഞ്ച് ചെയ്തത്. അപ്പോൾ അത്ര ദിവസം കൊണ്ട് നമുക്ക് ഇത്രയും മാറാൻ പറ്റി. കണ്ടോ, നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. കണ്ടോ, ആ ഒരു പുതിയ 2 പിമ്പിൾ മാത്രമേ ഉള്ളൂ അവിടെ. ആ ഒരു കറുത്ത പാട് കണ്ടോ, നൈസായിട്ടുള്ള ആ കറുത്ത പാട് കണ്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പെപ്പർ ഹാൻഡിൻ്റെ ഫേസ് പാക്ക് നമുക്ക് എത്രത്തോളം റിസൾട്ട് ഉണ്ടെന്ന് തരുന്നുണ്ടെന്ന് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടപ്പോൾ എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു ബ്രൈറ്റനിങ് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പിമ്പിളിൻ്റെ ആ ഒരു കറുത്ത പാട് ഇവിടെ ഉണ്ടായിരുന്നത് നല്ലോണം ഫെയ്ഡായിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അത് റിംഗ് ലൈറ്റിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ നേരെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട്, കാരണം റിംഗ് ലൈറ്റിൻ്റെ ആ ലൈറ്റ് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സൈഡിലേക്ക് മാറ്റിയത്. കണ്ടോ, ഈ 2 പിമ്പിൾ അത് പീരീഡ്സിൻ്റെ പുതിയ പിമ്പിൾസ് വന്നതാണ്. ഇത് കഴിയുമ്പോഴേക്കും മാറിക്കോളും. അപ്പോൾ അതിന് കുത്തി പൊട്ടിക്കാതെ ഞാൻ നോക്കുകയാണ്. കാരണം കുത്തി പൊട്ടിച്ച് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഇതുപോലെ അതൊരു ബ്ലാക്ക് മാർക്കായിട്ട് മാറുന്നത്. അപ്പോൾ എനിക്ക് മിക്കപ്പോഴും പറ്റാതാണ്. ഞാൻ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ഒരു കറുത്ത പാടുള്ളത്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു വന്നു കഴിഞ്ഞാൽ എനിക്കത് പൊട്ടിക്കാണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അത് പക്ഷേ നമുക്ക് ഇങ്ങനത്തെ ഒരു എഫക്റ്റ് ആയിരിക്കും നമുക്ക് പിന്നെ ഉണ്ടാവാം. അപ്പോൾ അത് ഓർത്താൽ കൊള്ളാം, പക്ഷെ ഞാനത് ഓർക്കാറില്ല. അത് വേറൊരു കാര്യം. കണ്ടോ, അപ്പോൾ
അപ്പോൾ നിങ്ങൾ ഇപ്പോൾ റിസൾട്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും അത് എത്രത്തോളം ജെന്യുവിൻ ആണെന്നുള്ള കാര്യം. കാരണം എൻ്റെ ബിഫോർ ആഫ്റ്റർ ഞാൻ പിക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോഴും ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ റേറ്റ് എൻ്റെ അടുത്ത് മിക്ക ആൾക്കാരും ഇൻസ്റ്റാഗ്രാമിനായാലും വാട്സപ്പിലൊക്കെ ആയാലും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. റേറ്റ് വരുന്നത് 799 ആണ്. 799 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഇത് സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല. എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബോയ്സിനും ഗേൾസിനും യൂസ് ചെയ്യാം. അങ്ങനത്തെ വ്യത്യാസമൊന്നും ഇല്ലാതെ എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാവുന്ന പ്രൊഡക്റ്റ് തന്നെയാണിത്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇത് സ്ക്രബായിട്ട് യൂസ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ടൈം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്ത് ഇരിക്കാനായിട്ടുള്ള ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു സ്ക്രബായിട്ട് ഫേസിൽ ഒന്ന് മസാജ് ചെയ്ത് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളഞ്ഞ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോഴും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റനിങ് ഉണ്ടാവും. അത് എങ്ങനെയാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. നമ്മുടെ ഡേ 6 ആണ്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ പെപ്പർ ഹാൻഡിൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറും. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്യുക. അവർ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഇന്ത്യയിലും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തും അവർ ഡെലിവറി ചെയ്യുന്നുണ്ട്. ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ചാലഞ്ച് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഇത്ര ഒരു ചാലഞ്ച് ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ഒരു പ്രൊഡക്റ്റ് 7 ഡേ കണ്ടിന്യൂ ആയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് ഒരു ജെന്യുവിൻ ആയിട്ടുള്ളൊരു റിവ്യൂ. ജെന്യുവിനായെന്ന് പറഞ്ഞത് ബാക്കിയുള്ളതെല്ലാം ജെന്യുവിൻ അല്ല എന്നല്ല. ഞാൻ ഇത്ര അടുപ്പിച്ച് ഞാൻ ഇത്രയും ദിവസം ഞാൻ ദിവസം 2 ടൈംസ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയ്ക്ക് റിസൾട്ട് പെട്ടെന്ന് കിട്ടിയത്. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം ഹണി വെച്ചിട്ടാണ് ഞാനത് മിക്സ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വാട്ടർ വെച്ചിട്ടായാലും മിക്സ് ചെയ്യാം. ഞാനൊരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വാട്ടർ വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തന്നത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് കൂടുതൽ എഫക്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വാട്ടർ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെ ചെയ്താൽ മതി എന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാലഞ്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അതിൽ കയറിയിട്ട് അതിൽ മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.